അത്യുന്നതങ്ങളിൽ നിന്നും അഗ്നിനാളങ്ങളായി വരണേ. വരദാന ഫലധാരയേക വരദായക വേഗം വരണേ. ആത്മാവേ പാവനാത്മാവേ അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ പാവനാത്മാവേ അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ പാവനാത്മാവേ അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. മിശിഹായിൽ പ്രിയമുള്ളവരെ, പെന്തക്കോസ്താ തിരുനാൾ ഒരുക്കമായുള്ള 9 ദിവസത്തെ നൊവേനയുടെ 4ാമത്തെ ദിവസത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസത്തെ നൊവേനയിൽ ഏതെങ്കിലും സാഹചര്യത്താൽ പങ്കെടുക്കാൻ ആർക്കെങ്കിലും കഴിയാതെ വന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നൊവേനയിൽ ഭക്തിപൂർവം പങ്കുകൊള്ളുക. ഇന്നേ ദിവസം പരിശുദ്ധാത്മദാനമായ ആത്മശക്തിക്കായി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ദുരിതമനുഭവിക്കുന്ന നമ്മുടെ മക്കളെയും അതുപോലെ തന്നെ ആതുര സേവന രംഗത്ത് ജോലി ചെയ്യുന്ന എല്ലാവരെയും നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളെയും നമ്മെ തന്നെയും പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ ഭക്തിയോടുകൂടെ ഈ നൊവേനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. പിതാവേ, അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിന്റെ വെളിച്ചത്തിൽ നയിക്കുമല്ലോ. അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ. അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയാനും നല്ലത് രുചിച്ചറിയാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിന് പരിമളം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സിഹിയോനോട്ടുശാലയിൽ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്നേഹന്മാരുടെയും മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേലും ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും ആത്മാവേ, ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും വളരാൻ ആവശ്യമായ കൃപ തരണമേ. ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങുന്നു ജീവൻ നൽകും വചനം, ദൈവവചനം. നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങുന്നു ജീവൻ
വചനം. കാതോർത്തിടുവിൻ ദൈവജനമേ, ഹൃദയമൊരുക്കിടുവിൻ ദൈവജനമേ. ഇത് ജീവൻ നൽകും വചനം, ദൈവവചനം. ഇത് ജീവൻ നൽകും വചനം, ദൈവവചനം. നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങുന്നു ജീവൻ നൽകും വചനം, ദൈവവചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ചു നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 1-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ദൈവത്തിനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. അവൻ നിന്റെ വഴി ഒരുക്കും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം. കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിനെന്ന് യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പാപമോചനത്തിനുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപകയോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. യൂദയ മുഴുവനിലെയും ജെറുസലേമിലെയും ജനങ്ങൾ അവൻ്റെ അടുത്തെത്തി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചു. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു. അരയിൽ തോൽപ്പട്ട ചുറ്റിയിരുന്നു. വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം. അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു: എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു. കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികളഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി, അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ സമയം നമ്മൾ കേട്ട വചനഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ 8-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്: അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. ഇത് സ്നാപക യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യ പത്രമാണ്. അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്ന ഒരു വ്യക്തിയാണ്. യേശുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, യേശു 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം പരസ്യ ജീവിതം ആരംഭിച്ച സമയത്ത് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യ പ്രഘോഷണമാണ് യേശുവിൻ്റെ പ്രഥമ ദൗത്യം. പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, യേശുവിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്നാണ് ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുക്കുക. രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ആരുടെയെല്ലാം പാപങ്ങളാണോ ഏറ്റെടുത്തത് അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കുക എന്നതും യേശുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഇടയാകാൻ ഒരു സാഹചര്യമുണ്ട്. നമ്മുടെയൊക്കെ ഒരു വിചാരമുണ്ട്, പരിശുദ്ധാത്മാവ് കുറച്ച് വ്യക്തികളുടെ മാത്രം സ്വകാര്യ സ്വത്താണ്. പരിശുദ്ധാത്മാവ് ഒരു സ്വകാര്യ സ്വത്തല്ല. കരിസ്മാറ്റിക് ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു സ്വത്തല്ല. കുറച്ച് വൈദികരുടെ, സിസ്റ്റേഴ്സിൻ്റെ, അൽമായരുടെ ഒരു സ്വത്തല്ല. പരിശുദ്ധാത്മാവ് എല്ലാവരുടെയുമാണ്. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: അന്ന് ഇങ്ങനെ സംഭവിക്കും. വിശ്വസിച്ചാൽ പ്രിയമുള്ളവരെ, ഇന്ന് ഇങ്ങനെ സംഭവിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുക.
ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? വചനം വീണ്ടും ആവർത്തിക്കുകയാണ്, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അവിടെ കുറച്ചു പേരുടെ മേൽ എന്ന് പറയുന്നില്ല, പാപികളുടെ മേൽ, രോഗികളുടെ മേൽ, ലോകം മുഴുവനിലും മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വർഷിക്കും എന്ന് ജോയേൽ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നുണ്ട്. വീണ്ടും വചനം ആവർത്തിക്കുകയാണ്, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമാണ്, പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ, എല്ലാവരുടെയും മേൽ ദൈവം വർഷിക്കും എന്ന സത്യം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 16 വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു, ഈശോ പരിശുദ്ധാത്മാവിനെ ഒരു സഹായകനായിട്ടാണ് ലോകത്തിലേക്ക് അയക്കുന്നത്. ഈ വാക്യം നിങ്ങൾ മറക്കരുത്, സഹായകൻ. ഒരു സംഭവ കഥ ഞാനിപ്പോൾ ഓർക്കുകയാണ്. 1992 ബാർസലോണയിൽ നടന്ന ഒരു ഒളിമ്പിക്സ് മത്സരം. ആ മത്സരത്തിൽ ഡെറിക് റെഡ്മണ്ട് ഇംഗ്ലണ്ടിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തു. വളരെ പ്രശസ്തനായ ഓട്ടക്കാരനാണ് ഡെറിക് റെഡ്മണ്ട്. 400 മീറ്റർ മത്സരം ആരംഭിച്ചു. ഡെറിക് റെഡ്മണ്ട് ഏറ്റവും മുൻപന്തിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കാലിടറി വീണു. ഏറ്റവും പിറകിലായി. സങ്കടത്തോടെ വേദനയിൽ പുളഞ്ഞ് ആ മനുഷ്യൻ ട്രാക്കിൽ കിടക്കുകയാണ്. ഇനി അവൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു കാര്യമേ നടക്കാനുള്ളൂ, ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് പോവുക. എന്നാൽ ആ മനുഷ്യൻ ഇപ്രകാരം ചിന്തിച്ചു, ഞാൻ തോറ്റുപോയി, എങ്കിലും എൻ്റെ ഓട്ടം പൂർത്തിയാക്കണം, ഫിനിഷിംഗ് ലൈൻ എനിക്ക് താണ്ടണം എന്ന ആഗ്രഹത്തോടെ ആ മനുഷ്യൻ സാവധാനം എഴുന്നേറ്റ് മുടന്തി മുന്നോട്ട് കുതിച്ചു. ഈ മനുഷ്യനെ കണ്ട് ഗാലറിയിൽ നിന്ന് ഒരു വൃദ്ധനായ മനുഷ്യൻ ഓടിയെത്തി. അത് മറ്റാരുമായിരുന്നില്ല, അവൻ്റെ പിതാവായിരുന്നു. ആ പിതാവ് ആ മകനെ ചേർത്ത് പിടിച്ച് അവനോട് ചോദിച്ചു, മകനെ, ഈ ഓട്ടം പൂർത്തിയാക്കണമോ? അവൻ കരഞ്ഞുകൊണ്ട് ആ അപ്പനോട് പറഞ്ഞു, അപ്പ, എനിക്ക് ഈ 400 മീറ്റർ ഓട്ടം പൂർത്തിയാക്കണം. അങ്ങനെ ആ അപ്പൻ്റെ കരം പിടിച്ച് ആ മകൻ ഓട്ടമത്സരം പൂർത്തിയാക്കി. പ്രിയമുള്ളവരെ, 1992 ബാർസലോണയിൽ നടന്ന ആ 400 മീറ്റർ ഓട്ടമത്സരത്തിലെ വിജയി ആരാണ് എന്ന് ലോകം മറന്നു. എന്നാൽ ആ ഓട്ടമത്സരത്തിൽ തോറ്റ ആ മകനെയും അവൻ്റെ ജീവിതത്തിൽ ഒരാവശ്യ നേരത്ത് അവനെ സഹായിച്ച ആ പിതാവിനെയും ഇന്നും ലോകം ഓർത്തിരിക്കുന്നു. ഈശോ ഈ ലോകത്തിലേക്ക് പ്രദാനം ചെയ്ത സഹായകനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് യേശു കൊടുക്കുന്ന, ദൈവം കൊടുക്കുന്ന ഒരു സമ്മാനമാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. വിശുദ്ധ ജീവിതം നയിച്ചവർക്കുള്ള ഒരു സമ്മാനമല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിത യാത്രയിൽ, നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മെ സഹായിക്കുന്ന, നമ്മുടെ യാത്രയുടെ ഇന്ധനമാണ് പരിശുദ്ധാത്മാവ്. ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. ആ ഒരു ബോധ്യത്തോടെ മുന്നോട്ട് കുതിക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ സഹായിക്കാനായി പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിച്ച് അപേക്ഷിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയ ഫലകത്തിൽ ഇപ്രകാരം നമ്മൾ എഴുതി വെക്കണം, ഞാനായിരിക്കുന്നത് പോലെ എന്നെ സ്നേഹിക്കാൻ, ഞാനായിരിക്കുന്നത് പോലെ എന്നെ മനസ്സിലാക്കാൻ ഈ ലോകത്ത് ഒരാൾക്ക് പോലും കഴിയുകയില്ല. ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ നിരാശയിലൂടെ നടന്നു നീങ്ങുന്ന ആളുകൾ എന്നെ ശ്രവിക്കുന്നുണ്ട്. ആത്മഹത്യ ചെയ്തേക്കാം, മടുത്തു ഈ ജീവിതം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെ സഹായിക്കുന്ന ഒരു സഹായകൻ നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. വീണ്ടും ഹൃദയഫലകത്തിൽ നമ്മൾ ഇപ്രകാരം എഴുതി വെക്കണം, ഞാൻ ആയിരിക്കുന്നത് പോലെ എന്നെ സ്നേഹിക്കാൻ, ഞാൻ ആയിരിക്കുന്നത് പോലെ എന്നെ മനസ്സിലാക്കാൻ എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിനു മാത്രമേ കഴിയൂ എന്ന ആഴമേറിയ ഒരു ബോധ്യം നമുക്കുണ്ടാവണം.
നമ്മുടെ ജീവിത യാത്രയിൽ ദുരിതത്തിലകപ്പെടുമ്പോൾ, കടബാധ്യതയാൽ നിറയുമ്പോൾ, ഇനി മുന്നോട്ട് ഒരു വഴിയുമില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമ്മൾ വിളിക്കേണ്ട സഹായകനാണ് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവ്. ഇന്ന് ഈ ദിവസം ഞാൻ നിങ്ങളെ ഒരു എമർജൻസി നമ്പർ പഠിപ്പിക്കുകയാണ്. ബൈബിള് അടുത്തുള്ളവര് വചനം എടുത്ത് ഇത് വായിക്കുക. ആ എമർജൻസി നമ്പർ ഇപ്രകാരമാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് ഇപ്രകാരം വായിക്കാം: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. വചനം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ എന്നതിന് പകരം എൻ്റെ എന്നാക്കി മാറ്റണം. ആ വചനം ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും: പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും. നമ്മുടെ ഹൃദയത്തിൽ ഈ വചനം വീണ്ടും ആവർത്തിക്കാം: പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ പ്രിയമുള്ളവരെ ഞാൻ ശക്തി പ്രാപിക്കും. ആകയാൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധാത്മാവിനാൽ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനാണ്. ആവശ്യ നേരത്ത്, ദുരിത കയത്തിൽ നമുക്കവനെ വിളിച്ചപേക്ഷിക്കാം. അവിടുന്ന് നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അനുദിന ജീവിതത്തിൽ എപ്പോഴും നമ്മോടൊപ്പമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം. പരിശുദ്ധാത്മശക്തിയാൽ നാം നയിക്കപ്പെടാനും അവിടുത്തെ ദാനമായ ആത്മശക്തിയാൽ നിറയപ്പെടാനും പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആദിമസഭയെ ശക്തിയിലും കൃപയുടെ നിറവിലും നയിച്ച പരിശുദ്ധാത്മാവെ, അങ്ങേലുള്ള വിശ്വാസം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുന്നതിന് ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈശോയെ, ഈ ലോകത്ത് ഞങ്ങൾ സഹിക്കേണ്ട പീഡനങ്ങളെയും കഷ്ടതകളെയും കുറിച്ച് അങ്ങ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. വിശ്വാസത്തിലാഴപ്പെട്ട് ഞങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങളെ സ്വീകരിക്കുവാനുള്ള ശക്തിക്കായി ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. വിശ്വാസത്തിനെതിരെ നടക്കുന്ന എല്ലാ പീഡനങ്ങൾക്ക് നടുവിലും എല്ലാവരും പതരാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് സഹിച്ചു നിൽക്കുന്നതിനായി ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ കാലഘട്ടത്തിന്റെ പ്രവാചകരാകാൻ വിളിക്കപ്പെട്ട ഞങ്ങളിൽ ഓരോ വ്യക്തിയിലും ചുറ്റുമുള്ള തിന്മകൾ തിരിച്ചറിയുന്നതിനും നന്മ മാത്രം സ്വീകരിച്ച് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്നതിനുമായി ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നവീകരണ മുന്നേറ്റത്തിലെ നേതൃത്വങ്ങൾ അനേകർക്ക് മാതൃകയും പ്രചോദനവുമായി തീരാൻ ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഓ പരിശുദ്ധ മാതാവേ, എൻ്റെ അമ്മേ, ഞാൻ പാപവഴികൾ ഉപേക്ഷിക്കുന്നതിനും ഈശോയുടെ വിലയേറിയ തിരുരക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതിനും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെടുന്നതിനുമായി അമ്മ പ്രാർത്ഥിക്കണമേ. പാപത്താൽ കഠിനമാക്കപ്പെട്ട ഹൃദയം എടുത്തു മാറ്റി എസെക്കിയേൽ പ്രവാചകൻ വഴി വാഗ്ദാനം ചെയ്യപ്പെട്ട പുതിയ ഹൃദയം തരണമേ. അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും. ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. അങ്ങനെ അവർ എന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എന്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും. അവർ എന്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. പരിശുദ്ധയും സ്നേഹനിധിയുമായ എന്റെ അമ്മേ, പരിശുദ്ധാത്മ സ്നേഹത്താൽ നിറഞ്ഞ് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കാനായി
അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ. ഓ ദൈവമേ, പരിശുദ്ധാത്മഫലമായ ക്ഷമയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളായിരിക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ക്ഷമ കൈവിടാതെ മറ്റുള്ളവരോട് സഹിഷ്ണുതയോടെ വർത്തിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അസ്വസ്ഥരാകുകയും കോപിക്കുകയും എതിർക്കുകയും ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളിലും അങ്ങ് ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴും വിപരീതമായവ സംഭവിക്കുമ്പോഴും പ്രത്യാശ നഷ്ടപ്പെടാതെ എല്ലാ നന്മയ്ക്കായി മാറ്റുന്ന അങ്ങയുടെ പരിപാലനയിൽ ആശ്രയിച്ച് ക്ഷമയോടെ നിലകൊള്ളാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ കർത്താവേ ശോമിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന് സ്വയം സമർപ്പിച്ച് നമുക്ക് അല്പനേരം മൗനമായി പ്രാർത്ഥിക്കാം. ലുത്തിനിയ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ദൈവത്തിന്റെ പുത്ര ലോകവിമോചക ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ ത്രിത്വമേ ഏകദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, ലോകത്തിന്റെ മുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, പ്രാവിന്റെ രൂപത്തിൽ യേശുവിന്റെ മേൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ, വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ, സഭയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ, കുദാശകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ, പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ, പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കൃപ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ, പാപബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ, നീതിബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ, എളിമയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ക്ഷമയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, നന്മയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, കരുണയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഐക്യത്തിന്റെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, വിശുദ്ധിയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ദിവ്യ കൃപയുടെ ഉറവിടമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, സഹനത്തിൽ ആശ്വാസമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, നിത്യപ്രകാശമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ജീവന്റെ ഉറവയെ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, മാലാഖമാരുടെ ആനന്ദമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, പ്രവാചകന്മാരുടെ പ്രചോദനമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, അപസ്തോലന്മാരുടെ ഗുരുവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, രക്തസാക്ഷികളുടെ ശക്തിയുടെ ഉറവിടമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, എല്ലാവരെയും വിശുദ്ധീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവനെ, അങ്ങയുടെ ദാസരുടെ ഹൃദയങ്ങളിൽ നിറയണമേ. അവിടുന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ ദാനവും ജീവന്റെ ഉറവിടവും ആധ്യാത്മിക അഭിഷേകവുമാണ്. അഗ്നിയും സ്നേഹവുമാണ്. അങ്ങുന്ന പിതാവിന്റെ വാഗ്ദാനവുമാണ്. 7 ദാനങ്ങളുടെ ദാതാവാണ്. അങ്ങയുടെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കണമേ. വിശുദ്ധിയോടെ ചിന്തിക്കാനും വിനയത്തോടെ സംസാരിക്കാനും വിവേകത്തോടെ പ്രവർത്തിക്കാനുള്ള വരം നൽകണമേ. സഹനങ്ങളുടെ ഇടയിൽ സ്ഥിരോത്സാഹത്തോടെ പിടിച്ചു നിൽക്കാനും സംശയങ്ങളെ ദൂരീകരിക്കാനും ജീവിതത്തിലെ മോഹഭംഗങ്ങളിൽ പ്രത്യാശ കൈവിടാതിരിക്കാനും സ്നേഹിക്കാനും മറ്റുള്ളവരിൽ അങ്ങേ കാണാനും അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവിനോടും അവിടുത്തെ ഏകജാതനായ യേശുക്രിസ്തുവിനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങേക്ക് എല്ലാ സ്തുതിയും മഹത്വവും കൃതജ്ഞതയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.